Hi friends, I am Jibin Matthew. Welcome to my second video. Today we are discussing an important area of partnership account, that is dissolution. Meaning of dissolution. Dissolution means discontinuation. In partnership, two types of dissolution. They are dissolution of partnership and dissolution of firm. ഡിസൊല്യൂഷൻ എന്ന വാക്കിൻ്റെ വേർഡ് മീനിങ് ഡിസ്കണ്ടിന്യൂവേഷൻ എന്നാണ്. ബിസിനസ്സോ മറ്റ് സ്ഥാപനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണർഷിപ്പിൽ രണ്ട് തരത്തിലുള്ള ഡിസൊല്യൂഷൻസാണ് ഉള്ളത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ചേഞ്ച് ഇൻ ദ റിലേഷൻഷിപ്പ് എമംഗ് പാർട്ട്നേഴ്സ്. Termination of original partnership agreement among partners due to admission, retirement or death of a partner. Dissolution of partnership എന്നാൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. ആരംഭത്തിലുള്ള പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യുകയും പുതിയ എക്കണോമിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണറുടെ അഡ്മിഷനോ റിട്ടയർമെൻറ്റോ ഡെത്തോ ഒക്കെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന് കാരണമാകാം. നെക്സ്റ്റ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം മീൻസ് കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ദ ഫേം. ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം മീൻസ് dissolution of partnership between all the partners of a firm. Under this, the working of the firm is stopped and firm's assets are realized to pay various liabilities. Dissolution of firm എന്നാൽ കംപ്ലീറ്റ് ക്ലോഷർ ആണ്. ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ ക്ലോസ് ചെയ്യുന്നതാണ്. എല്ലാ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പുകൾ ക്ലോസ് ചെയ്യുന്നു. ഫേമിൻ്റെ വർക്കിംഗ് പൂർണ്ണമായിട്ടും നിർത്തുന്നു. ഫേമിൻ്റെ എല്ലാ അസറ്റുകളും റിലീസ് ചെയ്യുന്നു, വിറ്റ് ക്യാഷാക്കുന്നു. ആ ക്യാഷ് ഫേമിൻ്റെ ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. Next, difference between dissolution of firm and dissolution of partnership. Parameters. Meaning, dissolution of firm, it means the entire firm ceases to exist. Dissolution of firm എന്ന് പറഞ്ഞാൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഫേം കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണ്, നിലവിൽ ഇല്ലാതെ ആകുന്ന അവസ്ഥയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. Dissolution of partnership, it means discontinuance of original relationship among partners. ഒറിജിനൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എഗ്രിമെൻറ്റ് വെച്ച സമയത്തുണ്ടാകുന്ന ആ എക്കണോമിക് റിലേഷൻഷിപ്പിൽ ചേഞ്ച് ഉണ്ടാകുന്നതാണ്. അതായത് നിലവിൽ എഗ്രിമെൻറ്റ് വെച്ച സമയത്ത് 3 പാർട്ട്നേഴ്സ് ഈക്വൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരു പാർട്ട്ണറുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. പുതിയൊരു പാർട്ട്ണറേയും കൂടി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരു പാർട്ട്ണറുടെ പ്രോഫിറ്റ് എന്നുള്ളത് 1/4 ആണ്. അവിടെ എക്കണോമിക് റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേച്ചർ, വോളണ്ടറി ഓർ കമ്പൽസറി. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ടും കമ്പൽസറി ആയിട്ടും സംഭവിക്കാവുന്നതാണ്. പാർട്ട്നേഴ്സിൻ്റെ തീരുമാനപ്രകാരം ആണ് ഫേം ഡിസോൾവ് ആകുന്നതെങ്കിൽ നമുക്ക് അത് വോളണ്ടറി ആണെന്ന് പറയാം. ഓപ്പറേഷൻ ഓഫ് ലോ, കോർട്ട് ഓർഡർ പോലെയുള്ള കാര്യങ്ങൾ വഴിയാണ് ഫേം ഡിസോൾവ് ആകുന്നതെങ്കിൽ നമുക്കതിനെ കമ്പൽസറി ഡിസൊല്യൂഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഒൺലി വോളണ്ടറി. സാധാരണയായിട്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എപ്പോഴും വോളണ്ടറി ആയിട്ടാണ്, പാർട്ട്നേഴ്സിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അവിടെ കമ്പൽസറി ആയിട്ടുള്ള ആക്ഷൻസിൻ്റെ ഫലമായിട്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നില്ല. കണ്ടിന്യൂവേഷൻ ഓഫ് ബിസിനസ് ഡിസ്കണ്ടിന്യൂസ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ കേസിൽ ബിസിനസ് നിർത്തുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണ്. പഴയ ബിസിനസ് എന്താണോ
ആ ബിസിനസ് ആക്ടിവിറ്റി ക്ലോസ് ചെയ്യപ്പെടുന്നു. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ദ ബിസിനസ് കണ്ടിന്യൂസ് ബട്ട് ദ പാർട്ണർഷിപ്പ് ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഇപ്പോൾ ഇവിടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പാർട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് ഇക്കണോമിക് റിലേഷൻഷിപ്പൊക്കെ ചേഞ്ച് ചെയ്യപ്പെട്ട് ചിലപ്പോൾ ആൾക്കാർ പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ അവർ മാറാം, അങ്ങനെ പുതിയ ആൾക്കാരാവാം. അപ്പോൾ അങ്ങനെയൊക്കെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. വൈൻഡിങ് അപ്പ്. ദ ഫെയിം ഈസ് വൗണ്ട് അപ്പ്. അസറ്റ് ആർ റിയലൈസ്ഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൻ്റെ കേസിൽ ഫെയിം കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അസറ്റുകളൊക്കെ റിലീസ് ചെയ്യുന്നു, വിറ്റ് ക്യാഷ് ആക്കുന്നു. അത് ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഫെയിം ആർ ഒൺലി റീവാല്യൂഡ്. ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൻ്റെ കേസിൽ അസറ്റും ലയബിലിറ്റീസും ഒന്നും വിൽക്കുകയോ പേയ്മെൻറ്റ് നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം നിലവിലുള്ള അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയൊക്കെ വാല്യൂ എത്രയാണെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. റീവാല്യൂ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, കോർട്ട് ഓർഡർ. എ കോർട്ട് ഓർഡർ ക്യാൻ ഡിസോൾവ് ദ ഫെയിം. കോർട്ട് ഓർഡർ വഴിയായിട്ട് ഒരു ഫെയിമിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. എ കോർട്ട് ഓർഡർ കനോട്ട് ഡിസോൾവ് എ പാർട്ണർഷിപ്പ്. ഒരു കോർട്ട് ഓർഡർ വഴിയായിട്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് സംഭവിക്കില്ല. കാരണം അതാണ്, അവിടെ പാർട്ട്നേഴ്സിന് വോളണ്ടറി ആയിട്ട് മാത്രമേ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, സ്കോപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം. ഇറ്റ് ഇൻവോൾവ്സ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ്. ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൻ്റെ കേസിൽ ഫെയിം ഡിസോൾവ് ആകുന്നതോടുകൂടി തന്നെ എല്ലാ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഇക്കണോമിക് റിലേഷൻഷിപ്പുകൾ ഇല്ലാതാവുന്നുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫെയിം. ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൻ്റെ കേസിൽ പാർട്ണർഷിപ്പ് മാത്രമേ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് മാത്രമേ ഇല്ലാതാവുന്നു, ഇക്കണോമിക് റിലേഷൻഷിപ്പ് മാത്രമേ ഇല്ലാതാവുന്നുള്ളൂ. എന്നാൽ ഫെയിമിൻ്റെ ഡിസൊല്യൂഷന് അത് കാരണമാകുന്നില്ല. അതേസമയം ആദ്യത്തെ കേസ് ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൻ്റെ കേസിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിനും കാരണമാകുന്നുണ്ട്. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിന് മാത്രമേ കാരണമാകുന്നുള്ളൂ, ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിന് കാരണമാകുന്നില്ല. നെക്സ്റ്റ്, എക്കണോമിക് റിലേഷൻഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം കംസ് ടു ആൻ എൻഡ്. അപ്പം എക്കണോമിക് റിലേഷൻഷിപ്പ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് കണ്ടിന്യൂസ് ടു എക്സിറ്റ് ബട്ട് ഇൻ എ ചേഞ്ച്ഡ് ഫോം. ഇപ്പം എക്കണോമിക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആ ഫോമിന് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ട് കാണും. നെക്സ്റ്റ്, ക്ലോഷർ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ക്ലോഷർ ഓഫ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിൻ്റെ കേസിൽ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും ക്ലോസ് ചെയ്യുന്നുണ്ട്. കാരണം ഫെയിം ഇല്ലാതാവുകയാണ്, ക്ലോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഇറ്റ് ഡസൻറ്റ് ഇൻവോൾവ് ക്ലോസിങ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇവിടെ ഫെയിം ഇല്ലാതാവുന്നില്ല. പഴയ പാർട്ട്നേഴ്സ് പല ആൾക്കാരും തുടർന്ന് പ്രവർത്തിക്കുന്നത് കാണും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അക്കൗണ്ട്സ് പ്രിപ്പയർഡ്. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം. റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഫെയിമിൻ്റെ ഡിസൊല്യൂഷൻ സമയത്ത് റിയലൈസേഷൻ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അസറ്റുകൾ വിൽക്കുന്നതിനും ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്നതിനുമൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൻ്റെ കേസിൽ അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റീവാല്യൂ ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട്. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം. Modes of dissolution can be divided into two. They are voluntary dissolution and dissolution by the court. ഡിസൊല്യൂഷൻ ഓഫ് ഫെയിമിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വോളണ്ടറി ഡിസൊല്യൂഷനും ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ടുമാണ്. ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ട് എന്ന് പറയുമ്പോൾ അത് വോളണ്ടറി അല്ല, കമ്പൽസറി ഡിസൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് കോർട്ട് ഓർഡർ വഴിയായിട്ട് ഉള്ള ഡിസൊല്യൂഷൻ ആണ്.
വോളണ്ടറി ഡിസൊല്യൂഷൻ നോക്കുക. ഡിസൊല്യൂഷൻ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ കോർട്ട് ഓർഡറിൻ്റെ ഫലമായിട്ടല്ലാതെ പാർട്ട്നേഴ്സ് തന്നെ ഫേം ഡിസോൾവ് ചെയ്യുന്നതാണ് വോളണ്ടറി ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെൻറ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ, ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് കണ്ടിൻജൻസീസ്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഓർ അറ്റ് വിൽ. ഫസ്റ്റ് വൺ, ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെൻറ്റ്. A firm may be dissolved with the consent of all partners or in accordance with the contract that it has already made between partners. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതപ്രകാരമോ എല്ലാ പാർട്ട്നേഴ്സും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഡീഡ് പ്രകാരമോ ഉള്ള ഡിസൊല്യൂഷനെയാണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതപ്രകാരം, അതല്ലെങ്കിൽ മുൻകൂട്ടി ഉണ്ടാക്കിയ പാർട്ട്ഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ. വെൻ ആൻ ഇവൻറ്റ് മേക്ക് ദ ഫേം അൺലോഫുൾ ടു ക്യാരി ഓൺ ഇറ്റ്സ് ബിസിനസ്, എ ഫേം ഈസ് ഡിസോൾവ്ഡ് കമ്പൽസറിലി ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. എന്തെങ്കിലും ഒരു ഇവൻ്റ് അല്ലെങ്കിൽ സംഭവം ഫേമിൻ്റെ നിലനിൽപ്പിനെ നിയമസാധുതയില്ലാതെയാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫേമിൻ്റെ പ്രവർത്തനത്തെ നിയമവിരുദ്ധമാക്കുകയാണെങ്കിൽ അതിനെ കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെയർ ഓൾ പാർട്ട്നേഴ്സ് ഓർ എക്സെപ്റ്റ് വൺ ബിക്കംസ് ഇൻസോൾവൻ്റ് ഓർ ഇൻസെയിൻ. എല്ലാ പാർട്ട്നേഴ്സുമോ അതോ എല്ലാ പാർട്ട്നേഴ്സും ഒരാൾ ഒഴികെ എല്ലാ പാർട്ട്നേഴ്സുമോ ഇൻസോൾവൻ്റ് ആവുകയോ ഇൻസെയിൻ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കേസിൽ കമ്പൽസറി ഡിസൊല്യൂഷൻ വേണ്ടതാണ്. വെയർ ദ ബിസിനസ് ബിക്കംസ് ഇല്ലീഗൽ. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലീഗലായി കഴിഞ്ഞാൽ അന്നേരവും ബിസിനസ് കമ്പൽസറി ആയിട്ട്, പാർട്ട്ഷിപ്പ് കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യേണ്ടതാണ്. വെയർ ഓൾ ദ പാർട്ട്നേഴ്സ് ഓർ എക്സെപ്റ്റ് വൺ ഡിസൈഡഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. എല്ലാ പാർട്ട്നേഴ്സുമോ അതോ ഒരു പാർട്ട്ണർ ഒഴികെ ബാക്കി എല്ലാ പാർട്ട്നേഴ്സുമോ ഫേമിൽ നിന്ന് റിട്ടയർ ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്നേരവും ഫേം കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യേണ്ടതാണ്. വെയർ ഓൾ ദ പാർട്ട്നേഴ്സ് ഓർ എക്സെപ്റ്റ് വൺ ഡൈ. എല്ലാ പാർട്ട്നേഴ്സുമോ ഒരാളൊഴികെ എല്ലാ പാർട്ട്നേഴ്സുമോ മരണപ്പെട്ട് കഴിഞ്ഞാലും ഫേം കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, പാർട്ട്ഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ മിനിമം 2 പാർട്ട്നേഴ്സെങ്കിലും ആവശ്യമാണ്. എല്ലാ പാർട്ട്നേഴ്സുമോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഒഴികെ ബാക്കി എല്ലാ പാർട്ട്നേഴ്സുമോ മരണപ്പെടുകയോ ഇൻസെയിൻ ആവുകയോ ഇൻസോൾവൻ്റ് ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് 2 എന്നുള്ള ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഫേമിന് നിലനിൽക്കാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിലെല്ലാം ഫേം കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഫേം പ്രവർത്തിക്കുന്ന എപ്പോഴും ലോഫുള്ളായിട്ടുള്ള ആക്ടിവിറ്റീസും ബിസിനസ്സിന് വേണ്ടി ആയിരിക്കണം എന്നുള്ളത് ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട്. അത് എപ്പോഴേലും അൺലോഫുള്ളായി കഴിഞ്ഞാൽ അന്നേരവും ഫേം കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് കണ്ടിൻജൻസീസ്. എ ഫേം ഈസ് ഡിസോൾവ്ഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് സം കണ്ടിൻജൻസീസ് അൺലെസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ടു ദ കോൺട്രറി. ഏതെങ്കിലും ഒരു അപ്രതീക്ഷിതമായ സിറ്റുവേഷൻ്റെ ഫലമായി ഫേം ഡിസോൾവ് ചെയ്യപ്പെടുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കണ്ടിൻജൻസീസുമായി ബന്ധപ്പെട്ട് പാർട്ട്നേഴ്സ് തമ്മിൽ മുൻകൂട്ടി എന്തെങ്കിലുമൊക്കെ ധാരണകളോ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഫേം ആ കണ്ടീഷൻസ് അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി, ഡിസോൾവ് ആകേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് സിറ്റുവേഷൻ നോക്കാം. ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ബൈ ദ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, ബൈ ദ കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ ഫോർ വിച്ച് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്,
ബൈ ദ എക്സ്പയറി ഓഫ് ദ ടേം ഓഫ് ദ ഫെയിം. ഒരു പാർട്ട്ണറുടെ മരണമോ ഇൻസോൾവൻസിയോ അതുപോലെ തന്നെ ഒരു ഫെയിം എന്ത് പർപ്പസിന് വേണ്ടിയാണോ നിലവിൽ വന്നത് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യുക. അതുപോലെ തന്നെ ഫെയിം എത്ര നാളത്തേക്കാണോ നിലവിൽ വന്നത് ആ കാലാവധി കംപ്ലീറ്റ് ചെയ്യുക. ഈ അവസരങ്ങളിലൊക്കെ ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് കണ്ടിൻജൻസീസ് എന്നുള്ള കാറ്റഗറിയിൽ ഫെയിം ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഫെയിമിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പാർട്ട്നേഴ്സ് തമ്മിലുണ്ടാക്കിയ ഡീഡിൽ പറയുന്നുണ്ടെങ്കിൽ ഫെയിം ഡിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമ്പിളായിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ മരണം ഫെയിമിൻ്റെ ഡിസൊല്യൂഷന് കാരണമാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫെയിം ഒരു പാർട്ട്ണർ മരണപ്പെട്ടതുകൊണ്ട് ഡിസോൾവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഓർ അറ്റ് വിൽ. എ ഫെയിം മേ ബി ഡിസോൾവ്ഡ് ഇഫ് എനി പാർട്ട്ണർ ഗീവ്സ് റിട്ടൺ നോട്ടീസ് ടു ഓൾ അതർ പാർട്ട്നേഴ്സ് ടു ഷോ ഹിസ് ഇൻറ്റൻഷൻ ടു ഡിസോൾവ് ദ ഫെയിം. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഫെയിം ഡിസോൾവ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മറ്റ് പാർട്ട്നേഴ്സിനെ അറിയിക്കുകയാണെങ്കിൽ അതിനെ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഓർ അറ്റ് വിൽ എന്ന് പറയാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു പാർട്ട്ണർ അദ്ദേഹത്തിന് ഫെയിം ഡിസോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് മറ്റ് പാർട്ട്നേഴ്സിനെ രേഖാമൂലം അറിയിക്കുകയാണെങ്കിൽ അതിനെ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഓർ അറ്റ് വിൽ എന്ന് പറയാനായിട്ട് പറ്റും. ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്നും പറയാറുണ്ട്, ഡിസൊല്യൂഷൻ അറ്റ് വില്ല് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. എ കോർട്ട് മേ ഓർഡർ ടു ഡിസോൾവ് എ ഫെയിം ഓൺ എ സ്യൂട്ട് ഫയൽഡ് ബൈ എ പാർട്ട്ണർ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഏതെങ്കിലും ഒരു പാർട്ട്ണർ കോടതിയെ സമീപിച്ചതിൻ്റെ ഫലമായിട്ട് അയാൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഫെയിം ഡിസോൾവ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് നോക്കാം. വെൻ എ പാർട്ട്ണർ ബിക്കംസ് അൺസൗണ്ട് മൈൻഡ്. ഒരു പാർട്ട്ണർ സ്ഥിരബുദ്ധി ഇല്ലാതായി പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് വേണമെങ്കിൽ കോടതിയെ ഫെയിം ഡിസോൾവ് ആകണമെന്നുള്ള ആവശ്യവുമായിട്ട് സമീപിക്കാനായിട്ട് പറ്റും. വെൻ എ പാർട്ട്ണർ ബിക്കംസ് പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർക്ക് ഫെയിമിൻ്റെ ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അയാൾക്ക് കഴിവില്ലാതായി പോയി കഴിഞ്ഞാൽ അന്നേരവും പെർമനൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അന്നേരവും ഒരു പാർട്ട്ണർക്ക് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും ഫെയിം ഡിസോൾവ് ആകണമെന്ന് പറഞ്ഞ്. വെൻ എ പാർട്ട്ണർ ഈസ് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട് അഫക്റ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ദ ഫെയിം. ഫെയിമിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സ്വഭാവ ദൂഷ്യം ഒരു പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ അത് ആ കാരണം പറഞ്ഞ് ഒരു പാർട്ട്ണർക്ക് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. വെൻ എ പാർട്ട്ണർ ഡെലിബറേറ്റ്ലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി കമ്മിറ്റ് ബ്രീച്ച് ഓഫ് എഗ്രിമെൻറ്റ് റിലേറ്റിംഗ് ടു ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫെയിം. ഒരു പാർട്ട്ണർ മനഃപൂർവ്വം സ്ഥിരമായിട്ടും ഫെയിമിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എഗ്രിമെൻറ്റുകൾ വയലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആ കേസിലും മറ്റൊരു പാർട്ട്ണർക്ക് ഫെയിം ഡിസോൾവ് ആകണമെന്നുള്ള കാരണവും പറഞ്ഞ് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. വെൻ എ പാർട്ട്ണർ ട്രാൻസ്ഫേഴ്സ് ഓൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫെയിം ടു എ തേർഡ് പാർട്ടി. ഒരു ഫെയിമിലുള്ള എക്കണോമിക് ഇൻട്രസ്റ്റ് ഒരു പാർട്ട്ണർ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ, ഒരു തേർഡ് പാർട്ടിക്ക് കൈമാറുകയാണെങ്കിൽ ആ കേസിലും മറ്റ് പാർട്ട്നേഴ്സിന് ഡിസോൾവ് ആകണം എന്നുള്ള കാരണവുമായിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഒരു പാർട്ട്ണർക്ക് ഫെയിമിലുള്ള എക്കണോമിക് ഇൻട്രസ്റ്റ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതപ്രകാരം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പാർട്ട്ണർ അങ്ങനെ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ സമ്മതപ്രകാരം അല്ലാതെ അയാളുടെ ഫെയിമിലുള്ള എക്കണോമിക് ഇൻട്രസ്റ്റ് മൂന്നാമതൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരവും കോടതിക്ക് വേണമെങ്കിൽ ഫെയിം ഡിസോൾവ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. when the business of the firm cannot be carried on except at a loss. ഫെയിമിന്
ലോസിലല്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല എങ്കിൽ, മുന്നോട്ട് പോകാൻ പറ്റില്ല എങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോർട്ടിന് ഫേം ഡിസോൾവ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. വെൻ ദ കോർട്ട് റിഗാർഡ്സ് ഇറ്റ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ടു ഡിസോൾവ് ദ ഫേം, കോർട്ടിന് തോന്നുകയാണ് ഈ ഫേം പ്രവർത്തിക്കാതിരിക്കുകയാണ്, ഡിസോൾവ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഫേം ഡിസോൾവ് ചെയ്യാനായിട്ട് കോർട്ടിന് ഓർഡർ ഇടാനായിട്ട് പറ്റും. നെക്സ്റ്റ്, സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ. ഓൺ ഡിസൊല്യൂഷൻ, all assets of the firm are realized and liabilities are paid off. Then any balance available will be distributed among partners. ഡിസൊല്യൂഷൻ സമയത്ത് എല്ലാ അസറ്റുകളും റിലീസ് ചെയ്യുന്നു, ക്യാഷ് ആക്കുന്നു. ആ ക്യാഷ് ലൈബിലിറ്റീസിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ ലൈബിലിറ്റീസും പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞ് ബാലൻസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. റൂൾസ് റിഗാർഡിംഗ് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഫസ്റ്റ് വൺ, ലോസസ് ടു ബി പെയ്ഡ് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ്ലി ബൈ ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഫേമിൻ്റെ ലോസ് ആദ്യം പേയ്മെൻറ്റ് നടത്തേണ്ടത് ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്നാണ്. അതിനുശേഷം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് ലോസിൻ്റെ പേയ്മെൻറ്റ് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം എന്തെങ്കിലും ബാലൻസ് ഫേമിൻ്റെ ലോസ് പേയ്മെൻറ്റ് നടത്താനായിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള അസറ്റിൽ നിന്നും എടുക്കാനായിട്ട് പറ്റും. ഈ ലോസ് ഷെയർ ചെയ്ത് എടുക്കേണ്ടത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും. സെക്കൻഡ് വൺ, എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അസറ്റ് ഷാൽ ബി അപ്ലൈഡ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. പേയിങ് എക്സ്പെൻസസ് ഓഫ് റിയലൈസേഷൻ. അപ്പോൾ ആദ്യം ഫേമിൻ്റെ അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് ഫേമിൻ്റെ റിയലൈസേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. പേയിങ് ദ തേർഡ് പാർട്ടി ഡെപ്റ്റ് ലൈക്ക് ക്രെഡിറ്റേഴ്സ്, ലോൺസ്, ബാങ്ക് ഓഡി, ബിൽസ് പേയബിൾ, അഡ്വാൻസ് ഫ്രം റിലേറ്റീവ്സ് ഓഫ് പാർട്ട്നേഴ്സ് എക്സെട്ര. രണ്ടാമതായിട്ട് ഫേമിൻ്റെ അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് ഉപയോഗപ്പെടുത്തേണ്ടത് തേർഡ് പാർട്ടി ഡെപ്റ്റുകൾ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയാണ്. അതായത് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തുക, ലോൺ റീപേയ്മെൻറ്റ് നടത്തുക, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് റീപേയ്മെൻറ്റ് നടത്തുക, ബിൽസ് പേയബിൾ കൊടുക്കുക, പാർട്ട്നേഴ്സിന് റിലേറ്റീവ്സിൽ നിന്നൊക്കെ ഫേം എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റീപേ ചെയ്യുക. നെക്സ്റ്റ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഫ്രം പാർട്ട്നേഴ്സ്. അതിനുശേഷമുള്ള ബാലൻസ് ഉപയോഗപ്പെടുത്തേണ്ടത് പാർട്ട്നേഴ്സിൽ നിന്ന് എന്തെങ്കിലും ലോണ് ഫേം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണ് റീപേ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നെക്സ്റ്റ്, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ട്നേഴ്സ്. അതിനുശേഷം എന്തെങ്കിലും ബാലൻസ് ബാക്കിയുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി, പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റൽ ഫേമിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണോ അത് റീപേ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. എനി സർപ്ലസ് ലെഫ്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്തെങ്കിലും ബാലൻസ് ബാക്കി ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഫേംസ് debt versus private debt. The asset of the firm are first used to pay firm's debt and surplus, if any, shall be distributed to partners and it can be used to pay their private debt. ഫേമിൻ്റെ അസറ്റുകൾ ആദ്യം ഫേമിൻ്റെ ഡെപ്റ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ഫേമിൻ്റെ അസറ്റുകൾ വിറ്റ് കിട്ടുന്ന ക്യാഷ് ആദ്യം ഫേമിൻ്റെ ലൈബിലിറ്റീസ് ഡെപ്റ്റുകളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. എന്തെങ്കിലും ബാലൻസ് മിച്ചമുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ട ബാലൻസ് ബാക്കിയുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണലായിട്ടുള്ള ലോണുകളോ പ്രൈവറ്റ് ഡെപ്റ്റുകളോ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്.
Private property of a partner is first used to pay his private debt, and the surplus, if any, can be used to pay firm's debt. ഒരു പാർട്ണറുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അത് അയാളുടെ പ്രൈവറ്റ് ഡെപ്റ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആദ്യം ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനുശേഷം എന്തെങ്കിലും ബാലൻസ് ഉണ്ട് എങ്കിൽ ഫേമിൻ്റെ ലയബിലിറ്റീസും ഡെപ്റ്റുകളും ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് അത് പ്രൈവറ്റ് ഡെപ്റ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ഫേമിൻ്റെ ഡെപ്റ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. Steps in dissolution process. First step, preparation of balance sheet of the firm on the date of dissolution. ആദ്യം ചെയ്യേണ്ടത് ഡിസൊല്യൂഷൻ ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റ്, ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അവിടെയാണ് ഫേമിൻ്റെ അസറ്റുകളും ലയബിലിറ്റീസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്ന എമൗണ്ട് കാണിക്കുന്നതൊക്കെ റിയലൈസേഷൻ അക്കൗണ്ടിലാണ്. തേർഡ് സ്റ്റെപ്പ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അവൈലബിൾ ക്യാഷ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്. ബാലൻസ് ക്യാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റേഴ്സിനും അത് കഴിഞ്ഞ് പാർട്ട്നേഴ്സിനും കൊടുക്കുക. ഇതാണ് സ്റ്റെപ്സ് ഇൻ ഡിസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ഓൺ ഡിസൊല്യൂഷൻ. ഏതൊക്കെ അക്കൗണ്ടുകളാണ് മെയിനായിട്ട് ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ്, റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസൊല്യൂഷൻ. ഇപ്പം ഡിസൊല്യൂഷൻ സമയത്തുണ്ടാകുന്ന പ്രോഫിറ്റ് എത്ര, ലോസ് എത്ര എന്ന് അറിയാനായിട്ട് വേണ്ടി, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകുന്നതെന്ന് അറിയാനായിട്ടാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓൾ അസറ്റ് എക്സ്ക്ലൂഡിംഗ് ക്യാഷ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ ലയബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. ഫേമിൻ്റെ എല്ലാ അസറ്റുകളും റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫേമിൻ്റെ എല്ലാ ലയബിലിറ്റീസും റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലയബിലിറ്റീസും അസറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നത് ബുക്ക് വാല്യൂവിൽ തന്നെ ആയിരിക്കും. എനി പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ആൻ അസറ്റ് ഓർ ലയബിലിറ്റി ഈസ് ഓൾസോ ട്രാൻസ്ഫേർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഏതെങ്കിലും അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതോ ലയബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടോ പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അസറ്റ് ആർ ക്രെഡിറ്റഡ് ആൻഡ് ലയബിലിറ്റീസ് സെറ്റിൽഡ് ആൻഡ് റിയലൈസേഷൻ എക്സ്പെൻസ് ആർ ഡെബിറ്റഡ് ഇൻ ദ അക്കൗണ്ട്. അസറ്റ് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട്, അതുപോലെ തന്നെ റിയലൈസേഷൻ എക്സ്പെൻസിൻ്റെ എമൗണ്ട്, ഇതൊക്കെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദ അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് വഴി നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൺ ഡിസൊല്യൂഷൻ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് റിസർവ് ആൻഡ് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ആൻഡ് ഡെബിറ്റഡ് വിത്ത് അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് റിയലൈസേഷൻ ലോസ് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഫേമിൻ്റെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, റിസർവ് ഫണ്ട്, റിയലൈസേഷൻ പ്രോഫിറ്റ്, ഇതൊക്കെയാണ്. ഡെബിറ്റ് ചെയ്യേണ്ടത് ഫേമിന് എന്തെങ്കിലുമൊക്കെ അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. റിയലൈസേഷൻ ലോസ് ഉണ്ടെങ്കിൽ അതും ഡെബിറ്റ് ചെയ്യണം. ഇതൊക്കെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കുന്നത് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് ആയിരിക്കണം.
If a partner take over Fame's asset, agreed value of asset should be debited in his capital account. ഒരു പാർട്ണർ ഏതെങ്കിലും ഫേമിൻ്റെ ഏതെങ്കിലും ഒരു അസറ്റ് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കണം. ഇഫ് എ പാർട്ണർ ടേക്ക് ഓവർ ദ ഫേംസ് ലൈബിലിറ്റി, ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണർ ഫേമിൻ്റെ ഏതെങ്കിലും ഒരു ലൈബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദ ബാലൻസ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് റെപ്രസെൻറ്റ് എമൗണ്ട് ഡ്യൂ ടു ഓർ എമൗണ്ട് ഡ്യൂ ഫ്രം പാർട്ട്നേഴ്സ് ആൻഡ് ആർ ക്ലോസ്ഡ് ബൈ പേയിങ് ഓഫ് ഓർ ബ്രിങ്ങിങ് ഇൻ ക്യാഷ് as the case may be. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാർട്ട്ണർ ഫേമിന് കൊടുക്കേണ്ട എമൗണ്ട്, അതല്ലെങ്കിൽ ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടാനുള്ള എമൗണ്ട് ആയിരിക്കും. ഈ ബാലൻസ് എമൗണ്ട് പാർട്ട്ണർക്ക് വിഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ട്ണർ ഫേമിന് കൊടുക്കുന്ന എൻട്രിയോടുകൂടിയാണ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടാനുള്ള എമൗണ്ടോ പാർട്ട്ണർ ഫേമിന് കൊടുക്കാനുള്ള എമൗണ്ടോ ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് വരുന്നതെങ്കിൽ പാർട്ട്ണർക്ക് കിട്ടാനുള്ള എമൗണ്ട് ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ പാർട്ട്ണർ ഫേമിന് കൊടുക്കാനുള്ള തുകയായിരിക്കും ബാലൻസ് ആയിട്ട് വരുന്നത്. ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന പാർട്ട്ണർ ഈ തുക പേയ്മെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് ആണെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നതോ ആയ എൻട്രി കൊണ്ടാണ്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓൺ ദ ഡെബിറ്റ് സൈഡ് വി ഷോ ഓപ്പണിംഗ് ബാലൻസ്, എമൗണ്ട് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് അസെറ്റ് ആൻഡ് എമൗണ്ട് ബ്രോട്ട് ബൈ പാർട്ട്നേഴ്സ്. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഓപ്പണിംഗ് ബാലൻസ്, അസറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ട്, പാർട്ട്ണർ എന്തെങ്കിലും എമൗണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട്, ഇതൊക്കെയാണ്. ഓൺ ദ ക്രെഡിറ്റ് സൈഡ് വി ഷോ പേയ്മെൻറ്റ് ഓഫ് ലൈബിലിറ്റീസ്, പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് എമൗണ്ട് പെയ്ഡ് ടു പാർട്ട്നേഴ്സ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ലൈബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്നത്, ഫേമിൻ്റെ എക്സ്പെൻസുകൾ, റിയലൈസ്ഡ് എക്സ്പെൻസുകൾ പോലത്തെ എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത്, പാർട്ട്നേഴ്സിന് എന്തെങ്കിലും എമൗണ്ടുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടുകൾ, ഇതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ആഫ്റ്റർ റെക്കോർഡിംഗ് ഓൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് കണക്റ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, ദ ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട് മസ്റ്റ് ബി ഈക്വൽ ടു ദ എമൗണ്ട്സ് ഡ്യൂ ടു പാർട്ട്നേഴ്സ്. റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസീറ്റുകളും പേയ്മെൻറ്റുകളും ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫേം പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ടോ അല്ലെങ്കിൽ പാർട്ട്ണർ ഫേമിന് കൊടുക്കേണ്ടതോ ആയിട്ടുള്ള എമൗണ്ടാണ്. അതിന് ഈക്വലായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും വരുന്നത്. സാധാരണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഫേം പാർട്ട്ണർക്ക് കൊടുക്കാനായിട്ട് കാണും. വെൻ ഓൾ ദ പാർട്ട്നേഴ്സ് ആർ പെയ്ഡ്, ദിസ് അക്കൗണ്ട് സ്റ്റാൻഡ്സ് ക്ലോസ്ഡ്. എല്ലാ പാർട്ട്ണർക്ക് ഫേം എമൗണ്ട് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ഡെബിറ്റ് സൈഡിൽ വരുന്നത് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, അസറ്റ് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട്, പാർട്ട്ണർ എന്തെങ്കിലും എമൗണ്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ലൈബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട്, എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത്, പാർട്ട്ണർക്ക് എന്തെങ്കിലും എമൗണ്ട് ഫേം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്. സാധാരണയായിട്ട് റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ്, അതായത് അസറ്റ് റിയലൈസ് ചെയ്യുന്നത്, ലൈബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്നത്, എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പാർട്ട്ണർ ഫേമിന് കൊടുക്കേണ്ട എമൗണ്ട് അല്ലെങ്കിൽ ഫേം പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട്. അപ്പോൾ ഇത് സെറ്റിൽ ചെയ്യുന്നതോടുകൂടി ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.